വെള്ളിയാഴ്ച നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്ന അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിരുന്നു. പ്രത്യേകിച്ചും അദാനി എൻ്റർപ്രൈസിലേക്ക് വരുമ്പോൾ 10% മുകളിലൊരു നഷ്ടത്തിലായിരുന്നു അദാനി എൻ്റർപ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അദാനിയെ സംബന്ധിച്ചുള്ള പല അലിഗേഷൻസും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് ഓഹരികൾ ഇത്തരം ഒരു ഇടിവ് രേഖപ്പെടുത്തിയത്. സോ അദാനി എൻ്റർപ്രൈസിലും ഒപ്പം തന്നെ അദാനി പോർട്സിലുമുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒരു ക്ലാരിഫിക്കേഷൻ, അഡാനി ഗ്രൂപ്പിന് എഗൻസ്റ്റ് ആയിട്ട് പുതിയ ഒരു ആലിഗേഷനും വന്നിട്ടില്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ പ്രേക്ഷകർക്ക് നൽകുന്നു. അഡാനി ഗ്രൂപ്പിന്റെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ US സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് അഡാനി ഗ്രൂപ്പിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു സമൺസ് സെർവ് ചെയ്യാൻ നടപടി എടുത്തിട്ടുണ്ടെന്ന് ഒരു റൂമർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തായിരുന്നു നമുക്ക് അഡാനി സ്റ്റോക്സിൽ ഒരു സെൽ ഓഫ് വന്നിരിക്കുന്നത്. നമ്മൾ അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിലൊക്കെ നമ്മൾ ട്രേഡിംഗ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അഡാനി ഈസ് എ ഹൈ ബീറ്റ സ്റ്റോക്ക്. ഹൈ ബീറ്റ എന്ന് പറയുമ്പോൾ നിഫ്റ്റി 50 ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റും സെല്ലിംഗ് പ്രഷർ വരുന്ന സമയത്ത് ഈ ഒരു സെക്ടർ, ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ ഹെവി സെല്ലിംഗ് പ്രഷറും നമ്മൾ കാണാറുണ്ട്. അറ്റ് ദ മൊമെന്റ് ജനുവരി മാസത്തിന് ശേഷം നമുക്ക് നിഫ്റ്റി 50 ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ജനുവരി 7 മുതൽ ഒരു സെല്ലിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അഡാനി ഗ്രൂപ്പിൽ ഓൾറെഡി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കുറെ കൂടെ സെല്ലിംഗ് പ്രഷർ എക്സ്ട്രാ വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ ട്രേഡിംഗ് പാറ്റേണിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾമോസ്റ്റ് എല്ലാ അഡാനി സ്റ്റോക്കിലും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒന്നും തന്നെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അഡാനി എന്റർപ്രൈസസിന്റെ സ്പെസിഫിക് കേസിൽ 2400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രെൻഡ് റിവേഴ്സൽ നടക്കത്തുള്ളൂ. അറ്റ് ദിസ് മൊമെന്റ് ആ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്.